ഇന്ന് ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസമല്ലേ സരോജ്? ഇന്നെങ്കിലും കൃത്യസമയത്തിന് വന്നുകൂടായിരുന്നോ? റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം ഏൽക്കണമായിരുന്നോ? മണി 11 എല്ലാം സെറ്റപ്പ് ചെയ്ത് മുഴുവൻ പേരും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് സമയം എത്രയായി എന്നറിയോ? ഇപ്പോഴെത്തും, ഉടനെ എത്തും. ഫേവറബിൾ ലൈറ്റിൽ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം, എല്ലാം പോയി. ഇത് പുള്ളിക്കാരൻ 1.5 മാസം മുമ്പ് ഏറ്റുപോയ ഉദ്ഘാടനം. എങ്കിലത് ഇന്നലെ പറയണമായിരുന്നു. നമുക്ക് വേറെ ഏതെങ്കിലും സീൻ പ്ലാൻ ചെയ്യായിരുന്നല്ലോ. ഇതിപ്പോ ഇത്ര ആളുകൾ, ജിമ്മി ജെപ്പ്, സ്റ്റഡി ക്യാമ്പ് ഒക്കെ ഏർപ്പാടാക്കിയിട്ട് വെറുതെ ഇരിക്കാന്ന് പറഞ്ഞ. ക്ഷമിക്ക അലക്സ്, ആൾ ഉടനെ എത്തും. ചെങ്കൽപ്പേട്ടയിൽ പുറപ്പെട്ടു കഴിഞ്ഞു. ചെങ്കൽപ്പേട്ടയിലാണ് ഉദ്ഘാടനം. കൊള്ളാം. താരമായി കഴിഞ്ഞാൽ പിന്നെ സിനിമാ ഷൂട്ടിങ്ങിന് 2ാം സ്ഥാനമേ ഉള്ളൂ. കല്യാണം, സ്വീകരണം, ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞതിന് ശേഷം സമയമുണ്ടെങ്കിൽ ഷൂട്ടിംഗ്. ഇവനെയൊക്കെ പുളിവാറ് കൊണ്ടടിക്കണം. എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കലേ റഫീഖ് സാർ. തീ എരിക്കാൻ ഞാൻ പറഞ്ഞോ? ഇവനൊക്കെ കോടികൾ സമ്പാദിച്ചില്ലേ? എന്നാലും നക്കാപ്പിച്ച വല്ലതും കിട്ടിയാൽ പഞ്ചായത്ത് മൂത്രപ്പുര വരെ പോയി ഉദ്ഘാടനം ചെയ്യും. എപ്പോഴാ ഈ പണമൊക്കെ ചെലവാക്കുക എന്നത് എനിക്ക് പിടിയിട്ടാത്തത്. കുഴിക്കകത്തോട്ട് കാലം നീട്ടി കിടക്കുമ്പോഴോ? ഗുഡ് മോർണിംഗ് സർ. ശ്യാം സീൻ വായിച്ചല്ലോ അല്ലേ? ഡയലോഗ് ഓർമ്മ വെച്ചോളൂ. അദ്ദേഹം വന്നാൽ പിന്നെ വലിയ റിഹേഴ്സൽസ് ഒന്നും ഉണ്ടായിരുന്നു വരില്ല. ഞാൻ നോക്കിയിട്ടുണ്ട്. ഇരിക്കെ. ശ്യാം സൂപ്പർ സ്റ്റാറുകളുടെ കൂടെയൊക്കെ മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ? കുറച്ചൊക്കെ, പക്ഷേ ഇത്രയും സംഭാഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിൽ പെട്ടത് തന്നെ. പുള്ളിക്കാരൻ്റെ എക്സ്പീരിയൻസ് അറിയാമല്ലോ. ചടപടാന്നായിരിക്കും കാര്യങ്ങൾ. ഒപ്പം നിന്നില്ലേ വിവരം അറിയും. കൊച്ചു പിള്ളേർ ചുമ വരട്ടല്ലേ പറ്റാണ് സാറേ. ശ്യാം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചതാണെന്നല്ലേ പറഞ്ഞത്? അല്ലാതെ വഴിയെ പോകുമ്പോൾ വലിഞ്ഞേറി വന്നോന്നല്ലോ. എവിടെ പഠിച്ചാലും എക്സ്പീരിയൻസ് തന്നെയാ പ്രധാനം. ഭാഗ്യം വന്നെന്നാ തോന്നേ. 2 മണിക്കൂറിനകം സാറെത്തും. ഇങ്ങോട്ട് പോരടോ കൊട്ടേഷൻ നേതാവേ. ഞാൻ ചെയ്യേണ്ടതൊക്കെ അന്ന് തന്നെ ചെയ്തു തീർത്ത്. യൂറേക്ക ടിവിയുടെ അവാർഡ് നൈറ്റിന്റെ അന്ന് ഒന്ന് കൊടുത്തതിന്റെ പേടിയാ. അപ്പൊ റഫീഖ് സാർ ആയിരുന്നു ഇവന്റെ മർമ്മസ്ഥാനത്തിട്ട്? അതെ, ആ മർമ്മസ്ഥാനി ഞാൻ തന്നെ. ഇങ്ങോട്ട് പറോ, ചോദിക്കട്ടെ. 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 മണി. അപ്പോഴേക്കും ലഞ്ചിന് സമയമാവും അല്ലടോ? പിന്നെ എന്തിനാടോ ആ മാങ്ങാത്തൊലിന് ഇത്രയും പേര് ഈ നേരം വരെ ഇവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചത്? അലക്സാറേ, എന്റെ മനസ്സ് പറയുന്നു ഇന്നത്തെ കാര്യം മൊത്തം അലമ്പാവുന്നു. അതുകൊണ്ട് ക്ഷമിക്കണം, ഞാൻ പോവാ. അയ്യോ റഫീഖ് സാറേ, അല്ലെങ്കിൽ സീനിൻ്റെ ഞാൻ വരുന്നുള്ളൂ. റെഡി ആവുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. ചുമ്മാ കിഴങ്ങന്മാരെ കാത്തുനിന്ന് വെയിലുള്ള ഞാനില്ല. പട്ടാളമെത്തി, 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 പട്ടാളമെത്തി. എല്ലാവരുടെയും ദേഹപരിശോധന നടത്തും. സെക്യൂരിറ്റി ചെക്ക്. എന്ത്? പച്ചാള സാറേ, സരോജ് സാർ ഇപ്പൊ രാഷ്ട്രത്തിന്റെ പൊതുസ്വത്തല്ലേ, വിലപ്പെട്ട ജീവനല്ലേ. മിലിറ്ററി എന്നുള്ള ഓർഡറാ. സരോജ് സാർ എവിടെ പോകുന്നു അവിടെയുള്ള എല്ലാവരെയും ചെക്ക് ചെയ്യണമെന്ന്. ഇതെന്തോ നട? ഇത് കാശ്മീരോ? എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഈ കോമാളികളി കാണാനല്ല രാവിലെ മുതൽ ഇവിടെ എന്താ ഇതൊക്കെ? പറയാം. ഇനി എല്ലാ ദിവസവും ഇതുപോലെ പതാക ബന്ധനത്തിന് ശേഷമായിരിക്കും നമ്മൾ ഷൂട്ട് തുടങ്ങുക. ഓരോ പട്ടാളക്കാരനും 2500 രൂപ വെച്ച് താൻ കൊടുക്കണം. എല്ലാ ചെലവും മിലിറ്ററിയുടെ തലയിൽ കെട്ടിവെക്കുന്നത് ശരിയല്ലല്ലോ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഷൂട്ടിങ്ങിനല്ലേ സരോജ് വന്നത്? പട്ടാളക്കാരാണത്ര. ഫാൻസ് പിള്ളേരല്ലേ അത്? പതുക്കെ പറ, ആരും അറിയണ്ട. യൂണിഫോം വാടകയ്ക്കെടുത്തതാ. ഇൻഡസ്ട്രിയിലെ എരപ്പാടികളെ വരട്ടിവിടാൻ കിട്ടിയ സന്ദർഭമാണിത്. ഓക്കെ, നമുക്ക് ഷൂട്ട് തുടങ്ങാം. ബാബു കം, മേക്കപ്പ് ഓക്കെ.
ജേക്കബ് കോശി, അതായത് സാറ് നടന്നു വന്ന് കാറിൽ കയറുമ്പോൾ സൈറ്റ് എഞ്ചിനീയർ സാർ എന്ന് വിളിച്ച് അടുത്ത് വരും. സാർ നിൽക്കും. ഡയലോഗ്: എഞ്ചിനീയർ, ഒരു കാര്യം പറയാൻ വിട്ടു. സോളാറിന്റെ ആളുകൾ ഇന്നലെ വിളിച്ചിരുന്നു. 25% അഡ്വാൻസ് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ജേക്കബ് കോശി: അത് നടക്കില്ല, മാക്സിമം 10%. അവരോട് എന്നെ വിളിക്കാൻ പറഞ്ഞാൽ മതി. അത്രയും പറഞ്ഞ് സാർ കാറിൽ കയറി പോകും. ഓക്കെ, ടേക്ക്. സാർ റിഹേഴ്സൽ? എനിക്ക് റിഹേഴ്സലോ? കൊള്ളാം, ടേക്ക് എടുക്കൂ. ഈ സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് അഭിനയിക്കുന്ന ആൾ പുതിയ ആളാണോ? ആണെങ്കിൽ അത് എന്റെ വിഷയമല്ല, അയാൾക്ക് മാത്രമായ റിഹേഴ്സൽ കൊടുക്കൂ. ബ്രിഗേഡിയർ നിജലിംഗപ്പയുമായി സ്വീഡനിൽ നിന്ന് തോക്കിറക്കുമതി ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഡിസ്കഷൻ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോകണം. എന്നാ എടുക്കാം. ആ ബ്രീഫ് കേസ് ഓടും സാർ. തുടങ്ങട്ടെ സാർ. എവരിബഡി ഗെറ്റ് റെഡി ഫോർ ദി ടേക്ക്. സൗണ്ട് റോളിംഗ്. 29/3 take 1 clap. ആക്ഷൻ. സർ, ഒരു കാര്യം പറയാൻ വിട്ടു. സോളാറിൻ്റെ ആളുകൾ ഇന്നലെ വന്നിരുന്നു. 25% അഡ്വാൻസ് കൊടുക്കണമെന്ന് പറഞ്ഞു. അത് നടക്കില്ല, മാക്സിമം 10%. കട്ട് പ്ലീസ്. എന്തു പറ്റി സാർ? ഡയലോഗ് പറഞ്ഞില്ല. ഒന്ന് വരൂ. പല പടങ്ങളിലും ഞാൻ അവനെ കണ്ടിട്ടുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട്. ഒരു മെഗാസ്റ്റാറിൻ്റെ കൂടെ സംഭാഷണം പറഞ്ഞ് അഭിനയിക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റ്. എത്രയും പെട്ടെന്ന് അവനെ മാറ്റിക്കൊള്ളാവുന്നൊരു നടനെ കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് പോകും. എന്താ 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 ഞാനാ അതിന്റെ സ്ക്രീൻ പ്ലേ എഴുതിയത്. വിശദീകരണം വേണ്ട. അയാൾ മോശമായിട്ടാണ് അഭിനയിച്ചതെങ്കിൽ സാർ പറയുന്നത് ഞാൻ കേൾക്കാം. ഇല്ലെങ്കിൽ ഒരാൾ ജൂനിയർ ആർട്ടിസ്റ്റായി പോയതുകൊണ്ട് കൂടെ അഭിനയിക്കാൻ പറ്റില്ല എന്നുള്ള ന്യായം എനിക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് സാർ. എന്റെ പൊന്ന് സരോജയെ, തുടങ്ങുന്ന ദിവസം തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. ഞാൻ കാല് വേണേ പിടിക്കാം. ഒരു പുതുമുഖ സംവിധായകൻ എന്നെ ധിക്കരിക്കുന്നു. ഓക്കെ, ടേക്ക്. ഒന്ന് മാറിപ്പോടോ വെച്ചാളോ. Come on, take. എല്ലാവരും റെഡി അല്ലേ? ആ സാർ റെഡി. ഫ്രെയിം സെറ്റ് ചെയ്തായിരുന്നു. ഓക്കെ, സ്റ്റാർട്ട് സൗണ്ട് റോളിംഗ്. Take 2 clap. ആക്ഷൻ. സർ, ഒരു കാര്യം പറയാൻ വിട്ടു. സോളാറിൻ്റെ ആളുകൾ ഇന്നലെ കട്ട് ഇറ്റ്. ഓക്കെ. രണ്ടുപേരുടെയും ഡയലോഗ്സ് കഴിഞ്ഞിട്ടില്ലേ സാർ വണ്ടി കയറുന്നത്? ഓ, ഞാൻ മറന്നു. നമുക്കൊന്നുകൂടി എടുക്കാം. One more, get ready. Clap in. Start sound. Rolling. Take 3 clap. Action. സർ, ഒരു കാര്യം പറയാൻ വിട്ടു. സോളാറിൻ്റെ ആളുകൾ ഇന്നലെ വന്നിരുന്നു. Got it. എന്ത് പറ്റി? ശ്യാം സാറിന് വിളിക്കുമ്പോൾ സാറ് നിൽക്കണ്ടേ? ഞാൻ നിൽക്കണമെങ്കിൽ ഈ ചെക്കൻ എന്നെ സാറെന്ന് വിളിക്കണ്ടേ? ഞാൻ വിളിച്ചു. താൻ വിളിക്കുന്നത് തനിക്ക് കേൾക്കാനല്ല, എനിക്ക് കൂടി കേൾക്കാൻ പാകത്തിൽ ഉറക്കം വിളിക്കണം. ഞാൻ ഉറക്കെ തന്നെ വിളിച്ചത്. നുണ പറയുന്നുടാ. ഇന്ന് പകൽ 12 മണിയോടെ കടൽ കാക്കകൾ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിലാണ് സംഭവം നടക്കുന്നത്. അകാരണമായി പ്രകോപിതനായ നടൻ സരോജ് കുമാർ പുതുമുഖ നടൻ ശ്യാമിനെ ആക്രമിക്കുകയായിരുന്നു. എന്നിട്ട് നീ ഇപ്പൊ എവിടെ മോനെ? അത് പറ. ആശുപത്രിയിലാണോ? കൊറേ പ്രാവശ്യം നിന്നെ അയാള് തല്ലുന്നത് ടിവിയിൽ കാണിച്ചു. എന്റെ നെഞ്ചു പൊട്ടിപ്പോയി. നിനക്കൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഒരു ബസ്സോ ട്രെയിനോ പിടിച്ച് ഇപ്പൊ തന്നെ ഇങ്ങോട്ട് പോര്. അമ്മ എന്താ ഞാൻ പറയുന്നത് വിശ്വസിക്കാത്തത്? ഒരു പ്രാവശ്യം തല്ലുന്നത് കട്ട് ചെയ്ത് ടിവിക്കാര് പലതവണയാക്കി കാണിച്ചതാ. നിന്റെ കട്ടും കുട്ടും ഒന്നും എനിക്ക് കേക്കണ്ട. നീ വരുന്നുണ്ടോ ഇല്ലയോ? അങ്ങനെ പെട്ടെന്ന് ഇപ്പൊ ബസ്സും ട്രെയിനും ഒക്കെ പിടിച്ച് വരിക എന്ന് പറഞ്ഞാ ആരോടെങ്കിലും കടം വാങ്ങിച്ച ടിക്കറ്റ് എടുക്ക്. പൈസ എങ്ങനെയെങ്കിലും ഞാൻ തന്നോളാം. അങ്ങനെ അമ്മ പൈസ തന്ന ഈ മാസത്തെ വീട്ടുവാടക പ്രശ്നാവില്ലേ? വെറുതെ ഉടമസ്ഥന്റെ വഴക്ക് കേൾക്കണോ? പ്ലീസ് അമ്മ, ഞാൻ പറയുന്നത് കേൾക്ക്. ഞാനിപ്പോൾ അവിടെ വന്നാൽ എന്താ സംഭവിക്കുക? നമ്മൾ 3 പേരും ഒരുമിച്ച് കുറച്ച് കരയും. അത് വേണ്ട, ഞാനിവിടെ തനിച്ചിരുന്ന് കരഞ്ഞോളാം. ഞാൻ ഫോൺ വയ്ക്കാം. വെറുതെ ഫോൺ ബില്ല് കൂട്ടണ്ട പ്ലീസ്. അവൻ ഫോൺ വെച്ച് കളഞ്ഞു. ഒരു പ്രാവശ്യം തല്ലിയത് പലതവണയാക്കി ടിവിയിൽ കാണിച്ചതാണത്രേ. ഏട്ടൻ വരുന്നുണ്ടോ അമ്മ? കുട്ടികൾക്ക് ഓരോ ഭ്രാന്ത് പിടിച്ചാൽ എന്താ ചെയ്യാ? അന്ന് ബിഎഡിന് പോയിരുന്നെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും സ്കൂളിൽ ജോലി ചെയ്യേണ്ടവനാ. അപ്പോഴല്ലേ സിനിമ എന്ന് പറഞ്ഞ് നാട് വിട്ടത്. ദാ കണ്ടല്ലോ, എൻ്റെ കൈയും കാലും ഒന്നും ഒടിഞ്ഞിട്ടില്ല. ഇനി ആരും വിളിക്കാൻ ബാക്കിയില്ല. മറുപടി പറഞ്ഞ് ഞാൻ മടുത്തു. എന്തിന് ക്ലാസ് കട്ട് ചെയ്ത് ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വന്നു?
ലേഖ പലതവണ ഫോണിൽ വിളിച്ചിട്ടും ശ്യാം എടുക്കാത്തതുകൊണ്ട് എടുക്കാത്തത് മനഃപൂർവ്വമാണ്. പൊയ്ക്കോളൂ പ്ലീസ്.